എല്ലാവരെയും സർവേശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അതുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഇനി 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 13-ാമത്തെ വാക്യം, 6-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം, കാഹളമുള്ള 6-ാം ദൂതനുണ്ട്. നാം മുമ്പ് കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയും വളരെ ഭീകരത നിറഞ്ഞ കാര്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം വരുത്തിയെടുക്കുക. സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങളാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണ പീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം വരുന്നത് സ്വർണ്ണ പീഠത്തിൽ നിന്ന്. ഇത് പ്രാർത്ഥനയുടെ പീഠമായിട്ട് നമ്മൾ കാണുന്നുണ്ട് വെളിപ്പാട് 8-ന്റെ 3-4 വാക്യങ്ങളില് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾക്ക്. അപ്പോ നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ സ്വർണ്ണ പീഠത്തിൽ, ആ സ്വർണ്ണ കലശത്തിൽ അവിടെ സംഭരിച്ച് ദൈവം എല്ലാം സംഭരിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആ വാക്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരങ്ങളാണ് ഇന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം വരാതെ അവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ഈ അനർത്ഥങ്ങളും മറ്റുള്ളവരോടുള്ള അതിക്രമങ്ങളും ഒക്കെ കാണിക്കുന്ന വ്യക്തികൾക്കും ദൈവം അവിടെ വലിയൊരു അവസരം കൊടുത്തിരിക്കുകയാണ്. നീ ഒന്ന് മാനസാന്തരപ്പെട്ടു വാ, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ട് വാന്ന്. അങ്ങനെ മാനസാന്തരം വന്നില്ല എങ്കിൽ അവിടെ വേണ്ടിയിട്ട് നിനക്കെതിരെ ചെന്നേക്കുന്നതും നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നാലും, നീ ആൾക്കാരോട് കാണിച്ചിട്ടുള്ള ദ്രോഹങ്ങളായിരുന്നാലും, ചതികളായിരുന്നാലും, വഞ്ചനകൾ, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത, ദൈവത്തിന്റെ ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം പലരുടെയും പ്രാർത്ഥനകളായിട്ട് നിറഞ്ഞ സ്വർണ്ണപീഠത്തിലുണ്ട്. അവിടെ ഈ ദൂതൻ വരുമ്പോൾ ഈ ദൂതനിലൂടെ ഇതിനുള്ള ഉത്തരം വരാൻ പോവുകയാണ്. നമ്മുടെ ഒന്നും പ്രാർത്ഥനയെ ദൈവം അവഗണിച്ച് കളയുന്നില്ല. അത് ചിലപ്പോൾ ചില ന്യായവിധികളിലൂടെ പുറത്തു വരുന്ന ഒരു നിമിഷമുണ്ട്. ഇന്ന് പല പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതിരിക്കുന്ന ദൈവജനങ്ങളോടും കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. യേശുവിനെ അറിയാത്ത വ്യക്തികളോട് മാത്രമല്ല, ദൈവജനത്തോടും പറയാണ്, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അത് നമുക്ക് ചിലത് ന്യായവിധിക്ക് വേണ്ടിയിട്ട് ദൈവം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളെ ദുഃഖിപ്പിക്കുന്നവര്, നമ്മളെ വേദനിപ്പിക്കുന്നവരോടൊക്കെ നമുക്ക് ക്രിസ്തുവിന്റെ ഭാവത്തിൽ നിൽക്കുവാണെങ്കിൽ അവരോടൊന്നും ഒരു ദേഷ്യവുമില്ല. അവരും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവർക്കൊരു മാനസാന്തരം വരാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ന്യായവിധിയായിട്ട് പുറപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് ഓർമ്മയിൽ സൂക്ഷിച്ചുകൊള്ളുക. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ കാര്യത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കൊടുക്കണം. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ വാക്യം, യൂഫ്രാത്തേസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക. ദൈവം ഇവരെ തടഞ്ഞു വെച്ചിരുന്നാണ്, നശിപ്പിക്കുന്ന ദൂതന്മാരാണ്. ഇത്രയും കാലം ദൈവം അവരെ ബന്ധിച്ചു വെച്ചു, അല്ലെങ്കിൽ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ദൂതന്മാരാണ് ഈ 4 ദൂതന്മാർ. അപ്പൊ അവരെ ആ ഒരു സമയമായപ്പോൾ അവരെ അഴിച്ചു വിടുകയാണ്. 15-ാമത്തെ വാക്യം, ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. ആ ഒരു 15-ാമത്തെ വാക്യത്തിൽ മനുഷ്യരെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള 1/3 കൊല്ലുവാനുള്ള ഇന്ന മാസം, ആ ദിവസം, നാഴിക, അതിനൊരു കൃത്യമായിട്ടുള്ള സമയം വെച്ചുകൊണ്ട് ദൈവം അങ്ങനെ കൽപ്പിക്കുകയാണ്. 4 ദൂതന്മാർക്ക് അധികാരം കൊടുക്കുകയാണ് 1/3 മനുഷ്യരെ കൊല്ലുവാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പൊക്കെ നമ്മൾ മനസ്സിലാക്കി പലതും പഠിച്ചു വന്നു. 3 മനുഷ്യർ ചാവുന്നത്, പല നാശങ്ങൾ ഉണ്ടാകുന്നതും പല ഛേദങ്ങൾ ഉണ്ടാകുന്നതും അതൊക്കെ ചെറിയ രീതിയിലാണെങ്കിൽ, ഇന്നിപ്പം 1/3 മനുഷ്യരെ ലോകത്തിലാണ്. അത് ഇന്ന സ്ഥലത്ത്, ഇത്രയും സ്ഥലത്ത്, ചുരുങ്ങിയതായിട്ടുള്ളൊരു സ്ഥലത്തല്ല, ലോകമാകമാനമുള്ളതിൽ നിന്നും 1/3 മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ട് ദൈവം അവിടെ അനുവദിച്ചു കൊടുക്കുകയാണ്. ഇത് വർഷവും മാസവും ദിവസവും നാഴികയും എന്ന കൃത്യമായ ഒരു സമയം, അതൊരു യാദൃശ്യമായിട്ടല്ല, ദൈവത്തിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ അത് അവിടെ സംഭവിക്കുന്ന രീതിയിലേക്ക് വരും. അതിന്റെ ആ ഫലം കൊണ്ട് 1/3 മരണം സംഭവിക്കും.
5-ാം കാഹളത്തിൽ വേദനയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 6-ാം കാഹളത്തിലേക്ക് എത്തിയപ്പോൾ മരണമാണ് ഉണ്ടാകുന്നത്. ക്രിസ്തുവിനെ കൂടാതെയാണ് അവിടെ അന്നേരം മരിക്കുന്നതെന്ന് ആലോചിച്ചു കൊള്ളണം. അങ്ങനെ മരിക്കുന്നവർക്ക് യാതൊരുവിധ രക്ഷയുമില്ല, നിത്യ നരകത്തിലേക്ക് വീഴുകയാണ് ഉണ്ടാകുന്നത്. 15-ാമത്തെ വാക്യം വളരെ ഭീകരത നിറഞ്ഞ, ഭയം തോന്നിപ്പിക്കുന്ന, മനുഷ്യർ വീണ്ടും വിചാരത്തോടു കൂടി ചിന്തിക്കേണ്ടുന്ന ഒരു വചനം തന്നെയാണ്, ഒരു വാക്യങ്ങളാണ് ഈ 6-ാമത്തെ കാഹളത്തില് നമ്മൾ കാണുന്നത്. 6-7 കാഹളം എന്ന് പറയുന്നത് ഭൂമിയിലായിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ വളരെ ഉപദ്രവങ്ങളും കഷ്ടതകളും ഒക്കെ നേരിടുന്ന സമയം ആണ്. 16-ാമത്തെ വാക്യം, കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങും 20,000 എന്ന് ഞാൻ കേട്ടു. 17-ാമത്തെ വാക്യം, ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. ഏകദേശം ഒരു 200 കോടിയോളം വരുന്ന കുതിരപ്പടയാണ് അവിടെ വരാൻ പോകുന്നത്. മനുഷ്യ സൈന്യങ്ങൾക്കും അപ്പുറം അതിഭീകരമായിട്ടുള്ള ആത്മീയ സൈന്യം എഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യർ എല്ലാവരും കൂടിക്കൊണ്ട് ഇതിനെ എതിർത്ത് നിൽക്കാൻ നോക്കിയാലും നടക്കാത്ത അത്ര രീതിയിലേക്ക് ആത്മീയ സൈന്യങ്ങൾ, ദുഷ്ടാത്മ സേനകൾ ഇവിടെ കടന്നു വരാൻ പോവുകയാണ്. അതിഭീകരമായിട്ടുള്ള ആത്മീയ സൈന്യം വരാൻ പോകുന്നു. യോഹന്നാൻ അവിടെ പറയുകയാണ്, ഞാൻ കേട്ടു, എണ്ണാൻ പോലും കഴിയാത്തത്ര അവിടെ ഇത്ര സംഖ്യ എന്നില്ല, എന്ന അതിഭീകരമായിട്ടുള്ള സംഖ്യയാണ് അവിടെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. വാക്യം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയാണ്, അവർക്ക് തീ നിറവും, അതായത് തീയുടെ നിറമാണ്. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമാണ്, മൊത്തം വിഴുങ്ങുന്നതാണ് തീ. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ രക്തനീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം, ഗന്ധകം നരകവിധി, കുതിരത്തല സിംഹം. അങ്ങനെ ആ ക്രൂരതയുടെയും അധികാരത്തിന്റെയും രൂപമാണ് അവിടെ കാണുന്നത്. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും വരാൻ പോകുന്നു. അപ്പൊ തീ വന്ന് മൊത്തം തീയില് ചുട്ടഴിക്കുന്ന രീതിയിൽ 1/3 അവിടെ വെന്ത് മരണത്തിലേക്ക് പോകുന്നത്. അപ്പൊ തീ വരുന്നുണ്ട്, പുക വരുന്നുണ്ട്, ഗന്ധകം വരുന്നുണ്ട്. ഇത് 3-ലൂടെ മനുഷ്യരിൽ 1/3 ഭാഗത്തെ അവിടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. ആ പദ്ധതിയിൽ പെട്ടുപോകാതെ ദൈവം ദാനമായി തരുന്ന രക്ഷയിലേക്ക് വാ. നിങ്ങളെ വിളിക്കുകയാണ്, ആ രക്ഷയിലേക്ക് നിങ്ങൾ വാ. ഈ പദ്ധതിയിലല്ല നമ്മൾക്ക് പോകേണ്ടുന്നത്. ഇന്ന് ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരെ, ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുന്നവരെ, നിങ്ങളുടെ ജാതിയും മതവുമാണ് വലുതെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. അവിടെയാണ് നിങ്ങൾക്ക് രക്ഷയുള്ളത്. ഇല്ലെങ്കിൽ ഈ തീയും പുകയും ഗന്ധകത്തിലും പെട്ട് നിങ്ങൾ നശിച്ചു പോകാനിടയാകും. ഇവിടെ ഈ ദുഷ്ടാത്മ സേനകൾ അവർ മനുഷ്യനെ മരണത്തിലേക്ക്, ഗന്ധകവും തീയും പുകയും കാരണം മനുഷ്യനെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ ഇപ്പോൾ കൃപയാണ്, രക്ഷദാനമായാണ് ഈ രക്ഷയിലേക്ക് കടന്നു വരും. വാക്യം 19, കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു. കുതിരകളുടെ ശക്തി വായിലും വാലിലും. വായ് നേരിട്ടുള്ള നാശമാണ്, വാല് പിന്നിൽ നിന്നും വരുന്ന വഞ്ചനയാണ്. സർപ്പതലമുള്ള വാല് സാത്താന്റെ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. ആ സർപ്പത്തിന്റെ വാലെന്ന് പറയുന്നത് സർപ്പത്തിന്റെ തല പോലെയുള്ള ആ വാലെന്ന് പറയുന്നത് സാത്താന്റെ സ്വഭാവം, വഞ്ചന. അവൻ വഞ്ചിക്കുകയാണ്, മനുഷ്യരെ വഞ്ചിക്കുകയാണ്. ഇന്നും മനുഷ്യരെ തെറ്റിദ്ധാരണകൾ കൊണ്ടും പല ദൈവങ്ങളാണെന്നും പല രീതിയിലും പറഞ്ഞ് പറ്റിച്ച് മാറ്റി നിർത്തുന്ന വഞ്ചനയുടെ ആധിക്യത്തിൽ പെട്ടുപോയിരിക്കുന്ന ജനങ്ങളെ നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കൂ. കാലഘട്ടത്തെ പോലും മാറ്റിയവനാണ് കർത്താവ്. BC എന്നും AD എന്നും രണ്ടായിട്ട് കാലഘട്ടത്തെ തന്നെ, ചരിത്രത്തെ തന്നെ രണ്ടാക്കി മാറ്റിയവനാണ് യേശുക്രിസ്തു. അത് വെറും ഒരു യുഗപുരുഷൻ മാത്രമല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. ആ പുത്രനെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളൂ. ദൈവപുത്രനാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളൂ. അല്ലാതെ വന്നേക്കുന്ന ഒരു പ്രവാചകൻ മാത്രമല്ല യേശുക്രിസ്തു.
ഒരുപാട് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രവാചകന്മാർക്കും മനുഷ്യരെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ സാധിച്ചില്ല. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ അത് സാധിച്ചുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട്. ഇന്ന് നിങ്ങൾ അത് അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ നാശത്തിലൊക്കെ പെട്ടുപോകും. ഇന്ന് നിങ്ങൾ ജനിച്ച് വളരുന്നത് ഏത് ജാതിയോ മതമോ എന്തുമായിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ സത്യം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞവൻ, അവനിലൂടെ മാത്രമേ പിതാവിന്റെ അടുക്കലേക്ക് ആർക്കും എത്തുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവായ യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചുകൊള്ളൂ. 20-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവയാൽ അത്രേ കേടുവരുത്തുന്നത്, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെ കാണാനും കേൾപ്പാനും നടപ്പാനും വഹിക്കാത്ത പൊന്നു, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ടു മാനസാന്തരപ്പെട്ടില്ല. ഇങ്ങനത്തെ ബാധകൾ വന്നു 1/3 മനുഷ്യർ നശിച്ചുപോയി. എന്നിട്ടും മനുഷ്യർക്ക് വിവരം വെക്കുന്നില്ലെന്നേ. അവിടെ അടുത്ത വചനത്തിൽ അതാണ് കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ നമ്മളിരുന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഇതെല്ലാം കൺമുന്നിൽ കാണുന്നുണ്ട്. ഇത്രത്തോളം കാണുന്നില്ല, പക്ഷെ ചില ആരംഭങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വിവരിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും ആൾക്കാർ മാനസാന്തരപ്പെടുന്നില്ല. ഇവിടെ 1/3 മരിച്ചതിന് ശേഷവും മനുഷ്യർ മാനസാന്തരപ്പെടാതെ അവർ തുടർന്നു വന്നത് ദുർഭൂത ആരാധനകളും വിഗ്രഹാരാധനകളും, അതായത് കാണാനും കേൾക്കാനും നടക്കാനും കഴിയാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് മനുഷ്യർ വീണ്ടും തുടർന്നത്. അവർ മാനസാന്തരപ്പെട്ടില്ല. ഇത്രയും കണ്ടിട്ടും, ഇത്രയും കേട്ടിട്ടും, ഇത്രയും മരണം കണ്ടിട്ടും, ഇത്രയും മനുഷ്യരുടെ കഷ്ടതകൾ കണ്ടിട്ടും മനുഷ്യർ മാനസാന്തരപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളോട് ദൈവം കെഞ്ചി പറയാണ്. ദൈവം കെഞ്ചി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഇപ്പോൾ സംസാരിക്കുന്നതെല്ലാം മനുഷ്യരിലൂടെയാണ്. ഈ മനുഷ്യരിലൂടെ സംസാരിക്കുന്നത് നിങ്ങളുടെ ആത്മാവ് അത്രയും വിലപിടിപ്പുള്ളതാണ്. ദൈവസന്നിധിയിൽ അത് അമൂല്യമാണ്. ആ ഒരു ആത്മാവിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ. കർത്താവിലേക്ക് നിങ്ങൾ മടങ്ങി വാ. നിങ്ങൾക്കൊരു മാനസാന്തരം വരട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അനർത്ഥങ്ങളിൽ പെട്ട് നിങ്ങൾ നശിച്ചു പോകും. ഈ ദുർഭൂത ആരാധനകളും വിഗ്രഹ ആരാധനകളും ഒക്കെ നടത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സ് അവസാനം വെറും ഒരു കല്ലായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ദൈവം ഇവിടെ ഓർപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടുമാറി വാ. യേശുവിന്റെ അരികിലേക്ക് വാ. യേശുവിന്റെ പാദത്തിലേക്ക് വാ. നിങ്ങൾ വാക്യം 21, തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ഇത്രയും കഷ്ടങ്ങൾ വന്നു, ഇത്രയും നമ്മുടെ കൺമുന്നിൽ കണ്ടു, എന്നിട്ടും മനുഷ്യന് യാതൊരുവിധ മാനസാന്തരവും വരുന്നില്ല. കൊലപാതകമുണ്ട്, ക്ഷുദ്രമുണ്ട്, ദുർനടപ്പുണ്ട്, മോഷണം, ഈ വിധ കാര്യങ്ങളിലൂടെ ദൈവത്തിൽ നിന്ന് അകന്ന് വീണ്ടും അവർ പോവുകയാണ്. പുറത്തെ ന്യായവിധി, ഉള്ളിലെ പാപം മാറ്റിയില്ല. ഈ കണ്ണിന് മുന്നിൽ ആ ന്യായവിധി കണ്ടിട്ടും ഈ മനുഷ്യന്റെ പാപം വിട്ട് മനുഷ്യൻ മാറുന്നില്ല. ഇത്രയൊക്കെ വേദനകൾ വരുമ്പോഴും ആൾക്കാർ മാനസാന്തരത്തിലേക്ക് വന്ന് അവിടെ ദൈവത്തെ വിളിക്കുന്നില്ല. ഈ വിധ കാര്യങ്ങളിലേക്കൊക്കെ പോയാലും മറ്റ് ആരാധനകളൊക്കെ നടത്തിയിരുന്നാലും അതിലൂടെ ഒന്നിലും രക്ഷയില്ല. രക്ഷ യേശുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. മാനസാന്തരം മാത്രമാണ് രക്ഷ. നല്ലൊരു മാനസാന്തരത്തോടുകൂടി യേശുവിലേക്ക് കടന്നു വന്നാൽ അവിടെ രക്ഷിക്കപ്പെടും. നാം രക്ഷയിലേക്ക് കടന്നു വരികയും ചെയ്യും. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവം എല്ലാം തന്റെ സമയത്ത്, കൃത്യമായി തന്റെ സമയത്ത് ചെയ്യുന്നു. യേശുക്രിസ്തു പോലും പിതാവിന്റെ സമയത്തിനായി കാത്തിരുന്നു. നമ്മളും കാത്തിരിക്കുകയാണ്. നമ്മൾ കാത്തിരിക്കുന്നത്, ദൈവമക്കൾ കാത്തിരിക്കുന്നത്, ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും കാത്തിരിക്കുന്നത് യേശു സഭയെ എടുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വീണ്ടും വരുന്ന അനർത്ഥങ്ങളാണ് ഈ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ളത്, അതിനുശേഷമുള്ളത് ദൈവം സമയത്ത് ചെയ്യും. സഭ എടുക്കപ്പെടുന്നതും അത് അതിൻ്റെതായിട്ടുള്ള സമയത്തുണ്ടാകും. നമ്മൾ കാത്തിരിക്കുന്നു. പ്രിയനോട് ചേരുവാൻ നമ്മൾ കാത്തിരിക്കുന്നു. യേശുവിനോട് ചേരുവാൻ നമ്മൾ കാത്തിരിക്കുന്നു. എന്നാൽ ഇവിടെ ബാക്കി നടക്കുന്ന
കംപ്ലീറ്റ് ന്യായവിധികളും ഭൂമിയിലുള്ള ന്യായവിധികളും വീണ്ടും ദൈവത്തിന്റെ തക്ക സമയത്ത് നടക്കുന്നുണ്ടായിരിക്കും. എല്ലാ ന്യായവിധികളും ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ അത് നടക്കുന്നുണ്ടാകും. ഭീകരത പോലും ചിലരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് നമ്മൾ ഈ ഒരു വചനഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇന്ന് ഈ കൃപയുടെ കാലം ഏറ്റവും വിലപ്പെട്ടത്. ലോകരെ ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളൊന്ന് മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ രക്ഷയിലേക്ക് വരുവിൻ, യേശുവിനെ നിങ്ങൾ സ്വീകരിക്കും. നിങ്ങൾ എന്തിനാണ് ഇതിനെ തടഞ്ഞു വെക്കുന്നത്? ഈ ലോകത്തിലുള്ള പുകഴ്ചകളും മാനവും മഹത്വവും മറ്റു കാര്യങ്ങളും ഒന്നും ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇനിയൊരു ജീവിതമുണ്ട്. ആ ജീവിതം ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ചേർന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. ഞാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് ഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനൊരു മാനസാന്തരം വന്നുകൊണ്ട് നിങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇപ്പോഴെല്ലാം ദൈവം ഇത്രത്തോളം പരിപാലിച്ചു നിർത്തുന്നു, എന്നിട്ടും സാത്താന്റെ വിളയാട്ടം ഇവിടെ ഉണ്ട്. എന്നാൽ അവന് പൂണ്ടു വിളയാടാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് അവസരം കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും തെല്ലുനിൽപ്പ ശക്തിയില്ലാതെ മനുഷ്യൻ വീഴുന്ന സാഹചര്യമാണ്. ഇപ്പോൾ കൃപയുടെ കാലമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വഴി നടത്തുന്ന കാലമാണ്. ഈ ഒരു കൃപയുടെ പെട്ടകത്തിനുള്ളിലേക്ക് കയറിക്കൊള്ളൂ. ആ ഒരു പെട്ടകത്തിനകത്ത് കയറിയാൽ രക്ഷപ്പെട്ടു. സർവേശ്വരൻ നിങ്ങളെ രക്ഷിക്കട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകാനും ക്രിസ്തുവിനോടുകൂടെ ചേരുവാനും നിങ്ങൾ ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഒപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും സബ്സ്ക്രൈബ് കൂട്ടുവാനും മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യുവാനും നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നു.